വെൽക്കം ബാക്ക് ടു ഡൈനാമിക്സ് ഓഫ് മിഷനറി ക്ലാസ്. നമ്മൾ 4 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th മൊഡ്യൂളാണ്. 5th ആൻഡ് 6th മൊഡ്യൂൾ എൻറ്റയർലി ടോപ്പിക് ഡിഫറെൻ്റ് ആണ്. വി ആർ ഡീലിംഗ് എ ന്യൂ സബ്ജക്റ്റ് വിച്ച് ഈസ് കാൾഡ് തിയറി ഓഫ് വൈബ്രേഷൻസ്. ഓക്കെ, so let us see the module and important things in your 5th module. First one, you have to get an idea about what is vibration and introduction of vibration. Then what is single degree of freedom system and double degree of freedom system, and how to find out the vibration frequency by using energy method, Rayleigh's method, or like that, etc. are there. Then what is the difference between undamped and damped vibration? Then another classification is called viscous damping and critical damping and logarithmic decrement, Coulomb damping, harmonically excited vibration. And the last portion, third portion, will discuss about response of an undamped and damped system, and write a short brief theory of what do you mean by fluid phenomena and transmissibility. Okay, you can expect question from the all the topics. So let us see the questions in 2019 May and December question paper. Here there is a question, what is damping factor? It's a theory question. Then there will be second question related to a problem, damping factor, damping coefficient, stiffness, and logarithmic decrement. This problem is coming under the topic logarithmic decrement. And the third 10th question also, from stiffness of spring, dynamic force transmitted, and natural frequency of the system. Okay, it's also a problematic session of the 5th module. Explain the dynamic magnifier. What do you mean by transmissibility? ബീറ്റ് ഫിനോമിനയും ട്രാൻസ്മിസിബിലിറ്റിയുടെയും പോർഷനിലെ തിയറി ക്വസ്റ്റ്യൻ ആണ് 11th A ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് എ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. In this chapter we will discuss linear vibration, so that is called longitudinal vibration, transverse vibration, and one another vibrations are twisted vibration are there. So this question from transverse vibration. The next question paper, fundamental derived logarithmic decrement എന്നൊരു പ്രോബ്ലം ഉണ്ട്. ഡിറൈവ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് അൺഡാംഡ് വൈബ്രേഷൻ്റെ രണ്ട് മെത്തേഡും, എനർജി മെത്തേഡായിട്ടും റാലി മെത്തേഡ് വെച്ചിട്ടും ചെയ്യാനുള്ള ഒരു തിയറി ചോദിച്ചു. 2 തവണ തിയറി ചോദിച്ചു. ദെൻ ഒരു പ്രോബ്ലം, ഡാഷ്ബോർഡ് റേഷ്യോ ഫ്രീക്വൻസി ആൻഡ് പീരിയോഡിക് ടൈം ഓഫ് ഡാംഡ്, ദാറ്റ് ഈസ് കാൾഡ് ഡിക്രിമെന്റ്. ലോഗരിതമിക് ഡിക്രിമെന്റ് പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ 5th മോഡ്യൂളിൽ ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി വാട്ട് ഡു യു മീൻ ബൈ വൈബ്രേഷൻ? വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ്, നമ്മൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്ന് അളകുന്നുണ്ടാവും, അതിനെ നമ്മൾ വൈബ്രേഷൻ എന്ന് പറയും. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്, ഫോണിൻ്റെ എല്ലാ മെറ്റീരിയലും ഒരു മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ ബോഡി ഹാസ് ടു ആൻഡ് ഫ്രോ മോഷൻ, മുമ്പുക്കും ബാക്കിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഫോഴ്സ് ആണ്. ഇനി ഫ്രീ അല്ലെങ്കിൽ നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇലാസ്റ്റിക് വൈബ്രേഷൻ ഇൻ വിച്ച് നോ ഫ്രിക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആഫ്റ്റർ ദി ഇനീഷ്യൽ റിലീസ് ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ. അതായത് അത് അതിന്റെ മുകളിൽ ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല, ഒന്നാമത്തെ കണ്ടീഷൻ. എക്സ്റ്റേണൽ ഫോഴ്സ് ഇനീഷ്യലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ രണ്ടാമത് കൊണ്ടുപോയി അളക്കം ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? ഈ നോ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഐഡിയൽ കേസാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങളൊരു വസ്തുവിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഷൻ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഡാംപ്ഡ് വൈബ്രേഷൻ. ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ആംപ്ലിറ്റ്യൂഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, 5 മീറ്ററിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കുറേ കഴിയുമ്പോൾ ഫ്രിക്ഷൻ, എയർ ഫ്രിക്ഷൻ കാരണം കുറഞ്ഞ് 4 ആവും, 3 ആവും, 2 ആവും, അത് മെല്ലെ ആ വൈബ്രേഷൻ നിൽക്കും. അത് ഡാമ്പിങ് കാരണമാണ്. ആ വൈബ്രേഷൻ നിൽക്കാൻ കാരണം ഒരു ഡാമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൊടുക്കുന്നതിനാണ് ഡാമ്പർ എന്ന് പറയുന്നത്. When the energy of a vibrating system is gradually dissipated by friction and other resistance, the vibration are said to be damped. അപ്പോൾ ഗ്രാജുവലി ഡിസിപ്പേറ്റ്, ഫ്രിക്ഷൻ കാരണം ഡിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതർ റെസിസ്റ്റൻസ് കാരണം, അതിനെയാണ് ഡാംപ്ഡ് എന്ന് പറയുന്നത്. വൈബ്രേഷൻ ഗ്രാജുവലി സീസ് ആൻഡ് ദ സിസ്റ്റം റെസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മളൊരു സ്കെയിൽ കുട്ടികൾ എപ്പോഴും കാണിക്കാറുള്ളതാണ്, ഡെസ്കിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീലിന്റെ സ്കെയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ അടികൊണ്ടിരിക്കും.
അത് കുറച്ച് കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് നിൽക്കും. ഇക്വിലിബ്രിയം പൊസിഷനിൽ കറക്റ്റ് മീൻ പൊസിഷനിൽ വന്നിട്ടാണ് നിൽക്കുക. ഇനി അടുത്തത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ റിപ്പീറ്റഡ് ഫോഴ്സ് ഈസ് കണ്ടിന്യൂസ്ലി ആക്ട് ഓൺ എ സിസ്റ്റം. നമ്മളൊരു സാധനം വൈബ്രേറ്റ് ചെയ്യാണ്, അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. ഒരു തവണ ഫോഴ്സ് കൊടുത്താൽ അത് ഫ്രീ വൈബ്രേഷൻ ആയിരിക്കും, അവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. പക്ഷെ ഫോഴ്സ്ഡ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം ആ സ്കെയിലിന്റെ മുകളിൽ. The frequency of vibration is that applied force is independent thereon natural frequency of vibration. അതായത് ആ വൈബ്രേഷന്റെ ഫ്രീക്വൻസിയും അപ്ലൈഡ് ഫോഴ്സും ഇല്ലേ, ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ആ ഒരു വൈബ്രേഷൻ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അത് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സിനും അതേപോലെ തന്നെ അതിന്റെ നാച്ചുറൽ ആയിട്ട് അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും, അതിനും ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നതാണ്. അതെങ്ങനെ മനസ്സിലാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാലുണ്ടെങ്കിൽ ആ പാലം കാറ്റത്താടുമ്പോൾ അതിനൊരു നാച്ചുറൽ ആയിട്ട് അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്, അതിൻ്റെതായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. നമുക്കറിയാൻ പറ്റുന്നില്ല, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒരു മൈന്യൂട്ടായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് അതിൻ്റെ ഒരു സെൽഫ്, അതിൻ്റെതായ ഒരു ഫ്രീക്വൻസി. ഇനിയിപ്പോൾ പട്ടാളക്കാർ അതിൽ മാർച്ച് പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി ഈക്വൽ ആയി കഴിഞ്ഞാൽ അതോട് പൊട്ടിപ്പോകും. അതാണ് +1 നിങ്ങൾ ഫണ്ടമെന്റൽ പഠിച്ചിട്ടുള്ളത്. ഇനി ഒരു വൈബ്രേഷന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ മോഷൻ റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. ആ മോഷൻ തുടരാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ട ടൈമാണ് പീരീഡ് എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോഷൻ കംപ്ലീറ്റ് ഡ്യൂറിങ് വൺ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മോഷനാണ് സൈക്കിൾ. ഫ്രീക്വൻസി പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾ ഓഫ് മോഷൻ കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. നമ്പർ ഓഫ് സൈക്കിൾ ഓഫ് മോഷൻ കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ് എക്സ്പ്രസ് ചെയ്യുന്നത് ഹെഡ്സിലാണ്, ഈക്വൽ ടു 1 സൈക്കിൾ പെർ സെക്കൻഡ്. ഓക്കെ. ഇനി റെസൊനൻസ്, പാലം ഞാൻ പറഞ്ഞില്ലേ, പട്ടാളക്കാർ മാർച്ച് പാസ് ചെയ്യുമ്പോൾ പൊട്ടുന്നതിനെ ഒക്കർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസൊനൻസ് പറയാം. രണ്ട് ഫ്രീക്വൻസി ഈക്വൽ ആവും. വെൻ ഫ്രീക്വൻസി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, പട്ടാളക്കാരുടെ ഫോഴ്സ്, ഈ സെയിം ഓഫ് ദാറ്റ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സിസ്റ്റം. ആ പാലത്തിന്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊനൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് വൈബ്രേഷൻ, കൺസിഡറിങ് വൈബ്രേഷൻ ബോഡി, എക്സാമ്പിൾ റോഡ്, ഷാഫ്റ്റ്, സ്പ്രിങ്. Figure shows a massless shaft, one end which is fixed and other end is carrying a heavy disc. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് വൈബ്രേഷൻ പഠിക്കുകയാണ്. ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിന്റെ എഡ്ജിൽ ഒരു ഹെവി ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു മാസ് M ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ അതെന്താണ്? ലെങ്ത് വൈസിൽ ആ ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ലെങ്ത് വൈസിലുള്ള വൈബ്രേഷനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ഇനി നിങ്ങൾ ഒരു കുട്ടി വന്നിട്ട് ഈ ഷാഫ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ചെയ്ത് ആട്ടി കളിച്ചു വിചാരിക്കുക. ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുകയാണെങ്കിൽ ആ ബെൻഡ് ചെയ്തിട്ടുണ്ടാവുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഇനി ഒരാൾ വന്നിട്ട് ആ ഡിസ്കിനെ പിടിച്ചിട്ട് അങ്ങോട്ട് തിരിക്കുകയാണ്, ട്വിസ്റ്റ് ചെയ്യുക അൺട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുക. ഒരാൾ ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടോർഷണൽ വൈബ്രേഷൻ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, ടോർഷണൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഫോർ മാത്തമാറ്റിക്കൽ അനാലിസിസ് എ വൈബ്രേറ്ററി സിസ്റ്റം ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എൻ ഐഡിയലൈസ്ഡ് മോഡൽ ഓഫ് സെയിം വിച്ച് അപ്രോപ്രിയേറ്റ്ലി റെപ്രസെന്റ് ദ സിസ്റ്റം. ഇങ്ങനെ ഒരു സാധനം വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് ആയിട്ട് അതിന് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ അതിനൊരു ഐഡിയലൈസ്ഡ് മോഡൽ ഉണ്ടാവണം. അപ്പോൾ ആ മോഡലിൽ എന്തൊക്കെ ബേസിക് ഫീച്ചേഴ്സ് ആണ് ഉള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈബ്രേറ്ററി സിസ്റ്റം പോലത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഇനേർഷ്യ എലമെന്റ് വേണം, പിന്നെ റീസ്റ്റോറിങ് എലമെന്റ് വേണം, ഡാമ്പിങ് എലമെന്റ് വേണം. ഇത് 3 ഉണ്ടെങ്കിലുള്ള ഒരു ആക്ച്വൽ വൈബ്രേറ്ററി സിസ്റ്റത്തിനോട് ഈക്വൽ ആവുക. ഇനേർഷ്യൽ എലമെന്റ് പറഞ്ഞാൽ അതിനൊരു ലംബ്ഡ് മാസ്, ഒരു സ്പെസിഫൈഡ് മാസ് ഉണ്ടാവണം. റീസ്റ്റോറിംഗ് ഫോഴ്സ് പറഞ്ഞാൽ അതിനൊരു മാസ് ഇല്ലാത്ത ലീനിയർ ഓർ ടോർഷണൽ സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുക. അതായത് ആ സ്പ്രിംഗ് വലിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ പഴയ അവസ്ഥയിലോട്ട് വരും. അപ്പൊ അതിനെയാണ് മാസ്ലെസ് സ്പ്രിംഗ് എന്ന് പറയുന്നത്, റീസ്റ്റോറിംഗ് എലമെന്റ് എന്ന് പറയും. ഡാമ്പിംഗ് എലമെന്റ് പറഞ്ഞാൽ മാസ്ലെസ് ഡാമ്പേഴ്സ് ആർ റിജിഡ് എലമെന്റ് കൺസിഡർ എനർജി ഡിസിപ്പേഷൻ ഇൻ എ സിസ്റ്റം. നമ്മൾ ഒരു എയർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മൂവിന്റെ എയറിന്റെ ഫ്രിക്ഷൻ കാരണം അത് മെല്ലെ ഗ്രാജുവലായിട്ട് നിൽക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരു ഡിസിപ്പേഷൻ, എനർജി ഡിസിപ്പേഷൻ ഉള്ള ഒരു സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതൊരു സി എന്നൊക്കെ വരച്ചിട്ട്, ഡാമ്പിംഗ് കോഫിഷ്യന്റ് ഒക്കെ വരച്ചിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എലമെന്റ് ആയിരിക്കും സാധാരണ വരയ്ക്കുക. ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ് വരയ്ക്കുക. ഓക്കെ, മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗ്രാജുവലായി നിൽക്കും എന്നുള്ളതാണ് സാധാരണ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യാറ്. ഓക്കെ, ഇനി നമ്മള്
ഒരു മാസ്ലെസ് ബീം അതിന്റെ എൻഡിൽ ഒരു മാസ് ഡിസ്ക്, ഒരു ലംബ്ഡ് മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ആ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒരു സ്പ്രിങ്, മാസ്ലെസ് സ്പ്രിങ്, എൻഡിൽ ഒരു ഇനേർഷ്യൽ എലമെന്റ്, ദെൻ ഒരു ഡാമ്പിങ് എലമെന്റ് ഉണ്ടെങ്കിൽ ചില ഫിഗേഴ്സിൽ ഇതിലിപ്പോൾ ഡാമ്പിങ് വരച്ചിട്ടില്ല, ഡാമ്പിങ് എലമെന്റ് ഉണ്ടെങ്കിൽ ഒരു ഡാമ്പിങ് എലമെന്റും കൂടെ വരും. ഓക്കെ, മാസിന്റെ കൂടെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ്, അതായത് സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ് എസ്. ചില ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യുന്നത് കെ ആണ്. ഞാൻ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ചില സമയത്ത് എസ് പറയും, ചില സമയത്ത് കെ പറയും കേട്ടോ, രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റേഴ്സ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് എ വൈബ്രേറ്ററി സിസ്റ്റം ഈസ് നോൺ ആസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഫിഗർ 1 സിമ്പിൾ മാസ് സ്പ്രിംഗ് സിസ്റ്റം ആണ്, സിമ്പിൾ പെൻഡുൽ ആണ്, ഓസിലേറ്റിംഗ് ഇൻ വൺ പ്ലെയിൻ ആണ്. അതൊരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെ ലെങ്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈബ്രേറ്ററി സിസ്റ്റത്തിന്റെ ലെങ്ത് മാത്രം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സ് പറയാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ തീറ്റ മാത്രം പറഞ്ഞാൽ മതി. ഓസിലേറ്റ് ചെയ്യുന്നത് ക്ലോക്കിലെ പെൻഡുലൊക്കെ ഓസിലേറ്റ് ചെയ്യുന്ന ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ എവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് സിയും ഡിയും എന്ന് പറഞ്ഞാൽ ഡബിൾ സെക്കൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, ഈ ഫിഗർ കാണിക്കുന്നത് ഇവിടെ 2 സ്പ്രിങ് ഉണ്ട്, 2 മാസ് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് മാസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു പെൻഡുലം, അതിന്റെ ആംഗിൾ θ1, പിന്നെ രണ്ടാമത്തെ ആംഗിളും θ2 ആണ് രണ്ടാമത്തെ മാസ്. 2 മാസ് 2 ആംഗിളുകൾ. ഇതും ഡബിൾ സെക്കൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എക്സാമ്പിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഷാഫ്റ്റിന് മുകളിൽ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഒരു ഷാഫ്റ്റ് ആണ്. ഇതിൽ ഓരോ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഓക്കെ, ഇനി ഇത്രയുമാണ് ഇതിന്റെ ഇൻട്രോഡക്ടറി പോർഷൻ. ഓക്കെ, താങ്ക് യു.